ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിഷാറോസ് കിച്ചൺ. നമുക്കിന്ന് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡയറ്റൊക്കെ ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള പനീർ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാവേ. അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു സവോള ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്യാപ്സിക്കം വേണം. ഞാൻ 1 ഫുൾ ക്യാപ്സിക്കം എടുത്തിട്ടില്ല, ഒരു ഹാഫ് ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പനീർ എടുത്തിട്ടുണ്ട്. ഞാനൊരു 150 ഗ്രാംസ് പനീറാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് മിക്സ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്ക് നമ്മുടെ മസാലപ്പൊടികളെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മതിയാവും, കാരണം നമ്മൾ 150 ഗ്രാം പനീറാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഒരു എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാവേ. ഞാനൊരു ചെറിയൊരു ടേസ്റ്റിന് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, നിങ്ങൾക്കിത് വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാലയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നതിനാണ് ഒരു 2 സ്പൂൺ തൈര് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാവേ. നല്ലൊരു പേസ്റ്റ് പരുവത്തിൽ വേണം നമുക്ക് ആക്കിയെടുക്കാനായിട്ട്. അപ്പം ഞാനൊരു ടോട്ടലി 3 സ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തെടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ പനീറും ഓണിയനും ഈ ക്യാപ്സിക്കവും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മസാല ഈ പനീറിലോട്ടൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നവരെ ഇതുപോലൊന്ന് മിക്സ് എടുക്കാവേ. ഇപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 15 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊന്ന് മാറ്റി വയ്ക്കാവേ. ഇപ്പോൾ നമ്മൾ ഈ പനീറിൻ്റെ മിക്സ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാവേ. അതിനായിട്ട് ഞാനൊരു പാന് സ്റ്റവിന് മേൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓണാക്കി. ഇനി ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ഓയിൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാനൊരു ഹെൽത്തി വേർഷൻ ആയതുകൊണ്ട് ബട്ടറാണ് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ മസാലയൊക്കെ തേച്ച് വെച്ചേക്കുന്ന ഈ പനീർ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും പനീർ കേട്ടോ. അതുകൊണ്ട് ഒരുപാട് നമുക്ക് കുക്കിംഗ് ടൈം ആവശ്യമില്ല. ഒരു 1 or 2 മിനിറ്റ്സിനകം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒന്ന് ഷാലോ ഫ്രൈ ആവുന്നവരെ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ഫ്രൈ ആവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ലൈറ്റായിട്ടൊന്ന് കളറ് മാറി ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് ആ മസാല എല്ലാം ഈ പനീറിലേക്ക് കംപ്ലീറ്റ് കോട്ടായി വരും. അതുവരെ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണിത് കേട്ടോ. അപ്പം നമുക്കിത് ഒരു നേരം നമുക്ക് ഇങ്ങനെ തയ്യാറാക്കി കഴിച്ചാലും മതി. നമുക്ക് പ്രോട്ടീൻ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഫുഡാണ് നമുക്ക് പനീർ.
അപ്പം വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു നേരം ഇതുപോലെ ഒന്ന് കഴിച്ചാൽ നമുക്ക് നല്ല വെയിറ്റ് ലോസിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അത്. കണ്ടോ, കളർ മാറി വരുന്നുണ്ട്, സോട്ടായി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പനീറിൻ്റെ കളറൊക്കെ മാറി നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ടേ, നല്ല ഗോൾഡൻ ബ്രൗൺ കളർ. ഇതാണ് ഇതിൻ്റെ ഒരു പരുവേ. നമ്മൾ ചേർത്ത മസാലകളെല്ലാം ആ പനീറിലേക്ക് നന്നായിട്ട് കോട്ടായി വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാവേ, എന്നിട്ടൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേ. ഇനി നമുക്ക് നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് നമ്മൾ റെഡിയാക്കിയ അടിപൊളി പനീർ ഫ്രൈ ഒന്നിട്ട് കൊടുക്കാവേ. കണ്ടോ, എത്ര എളുപ്പത്തിലാണ് നമുക്ക് പനീർ ഫ്രൈ തയ്യാറാക്കാൻ പറ്റുന്നത്. നമ്മൾ 150 ഗ്രാം പനീർ എടുത്തുകൊണ്ട് നമുക്ക് ഒരാൾക്ക് ഇത് കഴിക്കാൻ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കറക്റ്റ് ഫുഡാണേ, പ്രത്യേകിച്ച് നമ്മൾ ഡയറ്റൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ കണ്ടില്ലേ എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്